ഏത് വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്? പ പഠിച്ചു, പിന്നെ പഠിച്ചത് ഏതാ? ഫയും പഠിച്ചു അല്ലേ? പ ഫ പഠിച്ചു അല്ലേ? ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ ഫ കഴിഞ്ഞ പിന്നെ വരുന്ന വ്യഞ്ജനാക്ഷരം ഏതാ? ബ. ഏതാണ്? ബ. അത് എങ്ങനെയാ എഴുതുന്നത്? ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു, അതിനോട് ചേർത്തൊരു ഓ വരയ്ക്കുന്നു, ദെൻ അതിനകത്തായിട്ടൊരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെയുള്ള ഈ അക്ഷരത്തിനെ നമ്മൾ എന്താണ് പറയുന്നത്? ബ എന്ന് പറയുന്നു. ഹിന്ദിയിലെ ബ എന്ന് പറയുന്നു. ഇനി ബ വെച്ചിട്ട് വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. പേജ് നമ്പർ 34 എടുക്കാം. അതിന് നോക്കൂ, ഫസ്റ്റത്തെ പിക്ചർ എന്താണെന്ന് നോക്കൂ. നിങ്ങൾ എന്താണ് കണ്ടിട്ടില്ലേ? ഇപ്പോഴൊക്കെ നമ്മുടെ ഇവിടെ ഒക്കെ പാടമൊക്കെ കൊയ്ത് കഴിഞ്ഞു. അപ്പൊ കുറെ ആൾക്കാർ പാടത്ത് മുഴുവൻ ഈ ഒരു ബേർഡിനെ കൊണ്ട് എന്ത് ചെയ്യും? അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി നമ്മളെ പാടങ്ങളിലൊക്കെ വിടും. എന്നിട്ട് എന്ത് ചെയ്യും? അവര് നമ്മൾക്ക് ആ ബേർഡിന്റെ മുട്ട കൊണ്ട് തരാറുണ്ട് അല്ലേ? ചിലവര് ഈ ബേർഡിനെ വീട്ടിലും വളർത്താറുണ്ട്. മുട്ടയ്ക്കും അതിനെ കറി വെച്ച് കഴിക്കാനും ഒക്കെ ഈ ബേർഡിനെ വളർത്താറുണ്ട്. ഏത് പക്ഷിയാണത്? നോക്കും. ഏതാണത്? നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട് അല്ലേ? ഏതാണത്? താറാവ് അല്ലേ? ആ താറാവിന് നിങ്ങളെ കണ്ടിട്ടുമുണ്ട്, ചിലവര് വളർത്താറുണ്ട് അല്ലേ? ആ താറാവിന് ഹിന്ദിയിൽ എന്താ പറയാ? എന്താന്നറിയോ? ബാസെ ബദക്. എന്താണ് ഹിന്ദിയിൽ താറാവിനെ പറയുന്നത്? ബാസെ ബദക്. ഇംഗ്ലീഷിൽ അതിനെ ഡക്ക് എന്ന് പറയും. ഹിന്ദിയിൽ അതിനെ എന്ത് പറയും? ബദക് എന്ന് പറയും. അപ്പൊ ബാസെ ബദക്, ഡക്ക്. ഇനി അടുത്ത പിക്ചർ നോക്കൂ. അതൊരു ആനിമൽ ആണ്. ഇതിനെ നമ്മൾ വീട്ടിലൊക്കെ വളർത്താറുണ്ട്. അത് നമ്മൾക്ക് പാല് തരും. അതിന്റെ മീറ്റൊക്കെ നമ്മൾ കറി വെക്കാറുണ്ട് അല്ലേ? ആ അനിമൽ ഏതാണ്? നമുക്ക് പരിചയമുണ്ട്. ചിലവരുടെ വീട്ടിലൊക്കെ ഇത് വളർത്താറുമുണ്ട്. എന്താണത്? ആടാണ് അല്ലേ? എല്ലാവരും ആടിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ആടിനെ ഇനി ഹിന്ദിയിൽ എങ്ങനെയാ പറയാൻ നോക്കാം. എങ്ങനെയാന്നറിയോ ഹിന്ദിയിൽ ആടിനെ പറയുന്നത്? ബക്കരി. എങ്ങനെയാണ് ആടിനെ പറയുന്നത്? ബക്കരി. ബാസെ ബക്കരി. ഇംഗ്ലീഷിൽ അതിനെ ഗോട്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കും? ബാസെ ബക്കരി ഗോട്ട്. അതെ, ബാസെ ബക്കരി ഗോട്ട്. ഇനി അടുത്ത ഒരു പിക്ചർ നോക്കൂ. അതെന്താ? അതും ഇതുപോലെ ഒരു അനിമൽ ആണ് അല്ലേ? നമ്മളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മൾ എന്ത് കാണിച്ചാലും ഈ അനിമലും നമ്മളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മൾ ടൂറ് പോകുമ്പോഴും കാടുകളിലൊക്കെ പോകുമ്പോഴും ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലും ഇടയ്ക്കൊക്കെ ഒന്ന് കാണാറുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് അല്ലേ? കൂടുതൽ ഇഷ്ടം ബനാനയാണ്, പഴമാണ് ഈ അനിമലിന് ഏറ്റവും ഇഷ്ടം. ഏതാണ് ആ അനിമൽ? നോക്കൂ, നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. ഏതാണ്? കുരങ്ങനാണ് അല്ലേ? നമ്മൾ എന്ത് കാണിച്ചാലും നമ്മളെ പോലെ തിരിച്ച് കാണിക്കും അല്ലേ? അപ്പൊ നമ്മൾ ചിലവരെയൊക്കെ നമ്മൾ അനിയന്മാരെയൊക്കെ പറയും ഡാ കുരങ്ങ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നമ്മൾ ചെയ്യുന്നത് പോലെയൊക്കെ അനിയന്മാര് ചെയ്താൽ നമ്മൾ എന്ത് പറയും? ഡാ കുരങ്ങ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെ പോലെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ കുരങ്ങനെ എന്താണെന്നറിയോ ഹിന്ദിയിൽ പറയുന്നത്? ബന്ദർ. എന്താണ് കുരങ്ങനെ ഹിന്ദിയിൽ പറയുന്നത്? ബന്ദർ. ബാസെ ബന്ദർ. മങ്കി. കുരങ്ങനെ എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ബന്ദർ, മങ്കി. ഇനി അടുത്ത പിക്ചർ നോക്കൂ. അതെല്ലാവർക്കും പരിചയമാണ് അല്ലേ? നമ്മള് കാറും ബൈക്കും അല്ലാതെ നമ്മൾ ഈ വാഹനത്തിലാണ് നമ്മൾ എവിടേക്കെങ്കിലും ഒക്കെ യാത്ര പോകുന്നത്. ടൂറ് പോകുന്നതും ചില സ്കൂളുകളിലേക്ക് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതും നമ്മൾ പാലക്കാടൊക്കെ പോകുന്നതും കാറും ബൈക്കും ഇല്ലെങ്കിൽ നമ്മൾ ഇതിലാണ് പോകുന്നത്. ഏതാണത്? ഏത് വാഹനമാണത്? ഏത് വെഹിക്കിളാണത്? എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. അതിന് സമയം നോക്കിയിട്ടൊക്കെയാണ് അല്ലേ? ഇന്ന ടൈമിൽ ഈ വെഹിക്കിള് പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? അതൊക്കെ നമ്മൾ റോഡിലൂടെ പോകുന്ന ടൈമിങ്ങിനാണ് അല്ലേ? അതെന്താണത്? ബസ് അല്ലേ? എല്ലാവർക്കും പരിചയമില്ലേ? നമ്മളെ വിരുന്ന് പോകുമ്പോഴും നമ്മൾ കാറും ബൈക്കും ഒന്നും ഇല്ലാതിരിക്കുമ്പോ നമ്മൾ ഏതിലാ പോവാ? ബസ്സിലാണ് അല്ലേ പോകുന്നത്? ആ ബസ്സിന് ഹിന്ദിയിൽ എന്ത് തന്നെയാണെന്ന് പറയാ? ബസ് എന്ന് തന്നെയാണ് ഹിന്ദിയിലും ബസ്സിനെ പറയുന്നത്. അപ്പൊ ഭാഗത്തിന്റെ വാക്കുകൾ ഒന്നുകൂടെ നോക്കാം. ബാസെ ബദക്, ഡക്ക്. ബാസെ ബക്കരി, ഗോട്ട്. ബാസെ ബന്ദർ, മങ്കി. ബാസെ ബസ്, ബസ്. അപ്പൊ ബ എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി അടുത്ത് ഈ ബ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്താ പറയാ? ഭ. എന്താണ് ഭ എന്ന്? അതെങ്ങനെയാണെന്ന് അറിയുന്നത്? ഇങ്ങനെ കുനിപ്പിട്ട് ഇങ്ങനെ എഴുതുന്നതാണ് ഭ. എങ്ങനെയാണ്? കുനിപ്പിട്ടിട്ട് സീനെ തിരിച്ചെഴുതുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുന്നു. then അതിനോടൊപ്പം ചേർന്ന് തന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുന്നു. ഇതെന്താണ്? ഭ ആണ്. ഈ ഭ വെച്ചിട്ട് വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് ഒരു അനിമൽ ആണ് അല്ലെ? പേജ് നമ്പർ 35 എടുക്കുക. അതിൽ ഫസ്റ്റ് കാണുന്നത് ഒരു അനിമൽ ആണ് അല്ലെ? ആ അനിമൽ എന്താ? നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. ഈ അനിമലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? തേനാണ്. ഈ അനിമൽ കൂടുതലായിട്ട് കഴിക്കുന്നത് എന്താ അറിയോ?
തേനൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ നിങ്ങൾ മൗഗ്ലി എന്നുള്ള സിനിമയിലൊക്കെ ഈ അനിമലിനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. മൗഗ്ലിയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മൗഗ്ലിയുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് ഈ അനിമൽ. ഏതാണത്? കരടി അല്ലേ? ആ കരടിയെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ബിയർ എന്ന് പറയും. ഹിന്ദിയില് കരടി എന്താണെന്ന് പറയാ? ഭാലു. ആ മൗഗ്ലിയിൽ തന്നെ വിളിക്കുന്നതാണ് ഭാലു എന്നാണ് പറയുന്നത്. മൗഗ്ലി എന്താവശ്യത്തിനും ആ കരടിയെ വിളിക്കുന്നത് ഭാലു ഭാലു എന്ന് പറഞ്ഞിട്ടാണല്ലേ വിളിക്കുന്നത്. അപ്പൊ കരടിയെ ഹിന്ദിയിൽ എന്താ പറയാ? ഭാലു എന്നാണ് പറയുന്നത്. ഭാസെ ഭാലു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പിക്ചർ നോക്കൂ. അതെന്താ? അത് ആ ഒരു ചെറിയൊരു ഇൻസെക്റ്റിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ? ഒരു ഷഡ്പദം, ഒരു കുഞ്ഞു ഇൻസെക്ട് നമ്മുടെ വീട്ടിലൊക്കെ കാണാറുണ്ട്. ലൈറ്റ് ഇരുട്ടത്തൊക്കെയാണ് അത് വരുന്നത് അല്ലേ? അത് ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ഇന്ന് ഇറുക്കാറുണ്ട്. ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. എന്താണത്? ബംബർ, വണ്ട്. എന്താണത്? വണ്ടാണ്. അത് നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയും? ബംബർ എന്ന് പറയും. ബ്ലാക്ക് ബീ, മനസ്സിലായോ? വണ്ടിനെ എന്താണ് പറയുന്നത്? ബംബർ. എന്താണ് ഹിന്ദിയിലെ വണ്ടിനെ എന്താ പറയുന്നത്? ബംബർ എന്ന് ഹിന്ദിയിൽ അതിനെ പറയും. നമ്മൾ വണ്ടിനെയൊക്കെ കണ്ടിട്ടില്ലേ? രാത്രിയൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ പതുക്കെ സ്ലോലി ഇങ്ങനെ പതുക്കെ നടന്നു പോകുന്ന ഇൻസെക്ട് അല്ലേ? ഷഡ്പദമാണ്. അപ്പൊ വണ്ടിനെ എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ഭാസെ ഭംബർ. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് എന്താണ്? ഇപ്പോഴൊക്കെ ഇതിന് പകരം ഗ്യാസ് ഒക്കെ ആയി. പണ്ടുള്ളവർ ഇതിൽ വിറകൊക്കെ ഇട്ടിട്ടാണ് ചോറും കറികളും ഒക്കെ വരുന്നത്. ഈ ഗ്യാസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഈ ഒരു സാധനത്തിലാണ് അവർ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. നിങ്ങൾക്ക് പക്ഷെ എല്ലാ വീടുകളിലും ഈ ഒരു സാധനം ഉണ്ട്. എന്താണത്? നമ്മുടെ വിറകടുപ്പാണ് അല്ലെ? നമ്മുടെ അടുപ്പാണ്. ആ അടുപ്പിന് പകരമാണ് ഇന്ന് ഗ്യാസ് അടുപ്പും വേറെ ഇൻഡക്ഷൻ കുക്കറും അതൊക്കെ വന്നത്. പക്ഷെ പണ്ടുള്ളവര് ഇതിലായിരുന്നു ചോറും കറിയും ഒക്കെ വെച്ചിരുന്നത്. ആ അടുപ്പിന് എന്താണെന്നറിയാ പറയുന്നത്? ഭട്ടി. എന്താ പറയുന്നത്? ഭട്ടി. ഭാസെ ഭട്ടി. ഇംഗ്ലീഷിൽ അതിന് ഫർണേസ് എന്ന് പറയും. ഇംഗ്ലീഷിൽ അതിന് പറയും ഫർണേസ് എന്ന് പറയും. ഹിന്ദിയിൽ അതിന് പറയുന്നത് ഭട്ടി. ഭാസെ ഭട്ടി എന്ന് പറയും. അടുപ്പ് നമ്മുടെ. ഇനി അടുത്ത പിക്ചർ നോക്കൂ. അതൊരു വെജിറ്റബിൾ ആണ് അല്ലേ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഓണത്തിനും ഒക്കെ നമ്മള് പാടത്തും നമ്മുടെ വീട്ടിലും ഒക്കെ നമ്മൾ ഈ ഒരു വെജിറ്റബിൾ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ സാമ്പാറൊക്കെ വെക്കാറുണ്ട് അല്ലേ? തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്താണ് ആ വെജിറ്റബിളിന്റെ പേരെന്താ? നമുക്കൊക്കെ പരിചയമുണ്ടല്ലേ? വെണ്ടയ്ക്ക അല്ലെ? വെണ്ടയ്ക്ക പരിചയമില്ലാത്ത ഈ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നല്ല എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് അല്ലെ? പയറും വെണ്ടയ്ക്കയും വഴുതനങ്ങയും മുളകും അല്ലെ? ഇതൊക്കെ നമ്മൾ ഈ ഓണത്തിനൊക്കെ വീട്ടിലെല്ലാവരും ഉണ്ടാക്കിയ ഒരു വെജിറ്റബിൾ ആണ് അല്ലെ? അപ്പൊ വെണ്ടയ്ക്ക് എന്താണെന്നറിയാം ഹിന്ദിയിൽ പറയാ? ഭിണ്ടി. എന്താണ് പറയുന്നത്? ഭിണ്ടി. വെണ്ടയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ഭിണ്ടി. ഇംഗ്ലീഷിൽ അതിന് ലേഡീസ് ഫിംഗർ പറയും. അത് നിങ്ങൾ ഓൾറെഡി LKG-യിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഹിന്ദിയിൽ അതിന് എന്താ പറയാ? ഭിണ്ടി. വെണ്ടയ്ക്കിന് എന്താണ് ഹിന്ദിയിൽ പറഞ്ഞത്? ഭാസെ ഭിണ്ടി. അപ്പൊ ഭാ വെച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കാം. ഭാസെ ഭാലു ബിയർ. ഭാസെ ബംബർ ബ്ലാക്ക് ബീ. ഭാസെ ഭട്ടി ഫർണേസ്. ഭാസെ ഭിണ്ടി ലേഡീസ് ഫിംഗർ. അപ്പോ ഈ ബായും ഭായും നിങ്ങൾ എന്ത് ചെയ്യണം? പേജ് നമ്പർ 34-ലും 35-ലും ഉണ്ട്. ആ ഡോട്ടിന്റെ മേലെ കൂടെയൊക്കെ വൃത്തിയായിട്ട് എഴുതണം. എന്നതിന് ശേഷം നിങ്ങൾ ഈ 2 ലെറ്റേഴ്സും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു 2 പേജസ് എങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതി പഠിക്കണം. ഇത് കാണാതെ എഴുതി പഠിക്കാനും ശ്രമിക്കണം. ഓക്കെ.